ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നമ്മുടെ നൈനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യേനെയാണ്. അങ്ങനെ നവ്യേനെ ട്രാപ്പിലാക്കാൻ വേണ്ടി ആ ഒരു ഫ്രണ്ടാണെന്നൊക്കെ പറയുന്നു, പണ്ട് കൂടത്തിൽ പഠിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അയാൾ വന്നിട്ട് കുറേ ഭീഷണിയൊക്കെ പെടുത്തി. അതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് സീനായിട്ട് കണ്ടത്. അങ്ങനെ നവ്യോട് പറഞ്ഞു, നീ അയാളുടെ ഭാര്യ ആയിക്കോ, അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ വിളിക്കുമ്പോൾ വരണം, എനിക്ക് ചോദിക്കുന്നതൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും ഒരു പെണ്ണും അങ്ങനെയൊന്നും പറഞ്ഞാൽ കേട്ടോണ്ട് നിൽക്കില്ല. നവ്യയും അതുപോലെ തന്നെയാണ്. നവ്യ നേരെ കയറി കൊങ്ങയ്ക്ക് അങ്ങ് പിടിച്ചു. കൊങ്ങയ്ക്കല്ല, കോർണറിൽ അങ്ങ് പിടിച്ചിട്ട്, നീ എന്താടാ പറഞ്ഞത്? ഒരിക്കലും നീ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണല്ല ഞാൻ. പണ്ടൊക്കെ ഞാൻ എല്ലാവരോടും സംസാരിച്ച് കുറച്ചെല്ലാവരോടും മിണ്ടിയൊക്കെ നടക്കുമായിരുന്നു. അപ്പോഴൊക്കെ നിനക്കൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ വിളിച്ചാൽ എവിടെയും ഞാൻ വരുന്ന ടൈപ്പാണെന്ന്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാനിപ്പോൾ ഒരു ഭാര്യയാണ്, അതുപോലെ തന്നെ അനന്തപുരി തറവാട്ടിലെ മരുമകളാണ്. ആ അന്തസ്സും നിലയും വിലയും ഒക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞു. ഇനി നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും, അത് ഉറപ്പാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പോലീസിനെ കൊണ്ട് നീ പിടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ നാറ്റിച്ച് അനന്തപുരി തറവാട്ടിൽ നിന്ന് നിന്നെ ഇറക്കും. കാരണം ഒരിക്കലും അനന്തപുരി തറവാട്ടുകാർ സഹിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇത്. നിൻ്റെ പലതരത്തിലുള്ള ഫോട്ടോകൾ ഞാൻ പ്രചരിപ്പിക്കും. അത് ഫോണിലൂടെയും അതുപോലെ തന്നെ പോസ്റ്റിലൂടെയും ഒക്കെ ഞാൻ ഇടും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എവിടെയാടി നിലയും വിലയും ഒക്കെ. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി നോർത്തുണ്ട്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം, അതെ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നു, നിനക്കറിയില്ല എൻ്റെ സ്വഭാവം. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ. പിന്നെ നിനക്ക് അങ്ങനെയൊക്കെ വിളിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, നിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെ പോയി വിളിക്കുക. അല്ലാതെ ഈ നവ്യയുടെ മുമ്പിൽ ഈ തരത്തിലുള്ള വിളച്ചിലുമായി ഇനി വരാൻ നിന്ന് കഴിഞ്ഞാൽ ഈ നവ്യ ആരാണെന്ന് നീ അറിയും. മര്യാദയ്ക്ക് എൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോ. ഇനി ഇതുപോലെയുള്ള ചീപ്പ് ഡ്രാമകളുമായി എൻ്റെ മുമ്പിൽ വന്നു പോകരുത് എന്ന് പറഞ്ഞ് നവ്യ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടങ്ങ് പോയി. ഏതായാലും പെട്ടെന്ന് അയാൾക്ക് തോന്നി, ഇനിയിപ്പോൾ എൻ്റെ ഈശ്വര, ഈ പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നത്തിൽ എത്തിച്ചെല്ലുമോ? പോലീസിനെ കൊണ്ട് അവൾ പിടിപ്പിക്കുമോ? എവിടെ നിന്ന് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാൽ ഇവളുടെ ഭർത്താവുണ്ടല്ലോ, ഇവളുടെ ഭർത്താവ് എന്നെ രക്ഷപ്പെടുത്തിക്കോളും, അയാളത് വാക്ക് തന്നിട്ടുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നവ്യാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് വല്ലാത്ത ടെൻഷനിലും കാര്യങ്ങളിലും ഒക്കെയാണ്. കാരണം ഒരിക്കലും ഒരു പെണ്ണ് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് നമ്മുടെ അഭി കണ്ടു. ഇത് കണ്ടിട്ട് അഭി വന്നിട്ട് സൈഡിൽ മാറി നിന്ന് ഇതൊക്കെ ആസ്വദിക്കുകയാണ്. അവൾ ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അവൾ ടെൻഷൻ അനുഭവിക്കട്ടെ, കാരണം അവൾക്ക് ഇത് തന്നെ വേണം. അർഹതയില്ലാത്തടത്ത് കയറി വന്ന് കിടന്ന് എൻ്റെ തല തിന്നല്ലേ, അവൾക്ക് ടെൻഷനാണ് വേണ്ടത്. അവൾക്ക് ഒരു മനസമാധാനവും കിട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അടുത്ത് ചെന്നിട്ട്, എന്ത് പറ്റി നവ്യ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഈ അഭിയുടെ ചോദ്യം കണ്ടിട്ട് നവ്യ ഒന്ന് നോക്കി. അങ്ങനെയൊന്നും ചോദിക്കാത്തതാണല്ലോ. അപ്പം നവ്യ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അഭി പറഞ്ഞു, അല്ല നിനക്ക് എന്തെങ്കിലും വിഷമവും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നവ്യേ, നിന്നോട് ദേഷ്യപ്പെടുകയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നീ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തിട്ടല്ലേ എനിക്ക് നിന്നോട് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അതൊക്കെ നീ അങ്ങ് മറക്ക്. പിന്നെ എനിക്ക് പെട്ടെന്ന് മറക്കാൻ സാധിക്കും, എൻ്റെ അമ്മയ്ക്കത് മറക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് നീ അതൊക്കെ പതുക്കെ അങ്ങ് മറന്നേക്ക്. ഏതായാലും ജീവിതമാവുമ്പോൾ പല പല പ്രശ്നങ്ങളിലൂടെയും പല പല വഴികളൊക്കെ താണ്ടി ഇങ്ങനെ സഞ്ചരിക്കേണ്ടി വരില്ലേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യേനെ സോപ്പിട്ടു. അപ്പം നവ്യ മനസ്സിൽ വിചാരിച്ചു, ഈ സമയം പറ്റിയ സമയമാണല്ലോ, അപ്പോൾ ഇതൊക്കെ അങ്ങ് തുറന്നു പറയുകയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. അപ്പം നവ്യ പറഞ്ഞു, അഭിയാണോ ഈ പറയുന്നത്? സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിച്ചേ പറ്റൂ, എനിക്കിതിനോട് സ്നേഹക്കുറവൊന്നുമില്ല. പക്ഷെ ഒരു കുഞ്ഞിനെ ഞാൻ വേണ്ടോളം ആഗ്രഹിച്ചിരുന്നു. അത് വെറുതെ ആയി പോയല്ലോ എന്ന് ഓർത്തിട്ടാ. അതൊക്കെ പോട്ടെ, അതൊക്കെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ എനിക്ക് പറയാനുണ്ട്, പക്ഷെ അത് നീ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. അതപ്പോൾ അത് എങ്ങനെ തുടങ്ങണമെന്നും എനിക്കറിയില്ല. നീ ധൈര്യമായിട്ട് പറഞ്ഞോ മോളെ, എന്താണെന്ന് വെച്ചാൽ നീ ധൈര്യമായിട്ട് പറഞ്ഞോ. അത് പിന്നെ വേറൊന്നും അല്ല എനിക്ക് പറയാനുള്ളത്, നിനക്ക് പറയാനുള്ളത് എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ നീ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്നോ വേറൊരാൾ ഇഷ്ടത്തിലാണെന്നോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയില്ല, അതെനിക്ക് സഹിക്കത്തില്ല. നിന്നിൽ ഞാൻ എന്നും സ്വാർത്ഥം തന്നെ ആയിരിക്കും. എനിക്ക് എൻ്റെ ഭാര്യനെ ഞാൻ മാത്രം സ്നേഹിക്കുന്നത് ഇഷ്ടം. അത് വേറൊരു ആൾ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നവ്യയുടെ ചങ്കങ്ങ് ഇടിച്ചു. എന്നാ വേണ്ട, ഇതിപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമല്ലോ ഈശ്വര, വേണ്ട ഇത് പറഞ്ഞാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് അഭി ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറഞ്ഞു, അല്ല എന്തോ ഉണ്ടല്ലോ, അപ്പം നീ ആരോ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്തോ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ, എന്താ സത്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ എന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ല അഭി, ഞാനൊരു നെക്ലേസ് ചോദിച്ചതാ. നെക്ലേസോ? അതെ,
നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ ഒരു നെക്ലേസ് കണ്ടായിരുന്നു. എത്ര പവൻ വരും? ഒരു 7-8-9 പവന്. 7-8-9 പവനൊക്കെ മേടിക്കാനുള്ള ആ ഒരു പൈസ എനിക്ക് കിട്ടുന്നുണ്ടോ നവ്യ? ഇപ്പം എനിക്കകെ തുച്ഛമായ പൈസയാണ് കിട്ടുന്നത്. അതും വെറും 50,000 രൂപ സാലറിക്കാരനായിട്ടാണ് ഞാൻ ഇപ്പം അവിടെ നിൽക്കുന്നത്. എനിക്ക് ആ നെക്ലേസ് മേടിച്ച് തരാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ സോറി അഭി, ഞാൻ അതുകൊണ്ടൊന്നുമല്ല, എനിക്കങ്ങനെ മോഹങ്ങളും വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ചു പോയി. വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ ഞാൻ ഒത്തിരി സ്വർണ്ണമൊന്നും ഇടുന്ന കൂട്ടത്തിലൊന്നുമല്ല, പക്ഷെ ആഗ്രഹിച്ചത് അതെനിക്ക് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ആ ഒരു സംഭാഷണത്തിനൊക്കെ ശേഷം കാണിക്കുന്ന മറ്റൊരു സീൻ എന്ന് പറയുന്നത് നമ്മുടെ ജലജേനെയും അതുപോലെ മുത്തശ്ശനെയാണ്. അങ്ങനെ ജലജ പതുക്കെ സോപ്പൊക്കെ ഇട്ട് മുത്തശ്ശൻ്റെ അടുത്ത് കൈയൊക്കെ ചെന്ന് തിരുമ്മി കൊടുത്തിട്ട്, അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ അച്ഛൻ ആ വീടും ഒക്കെ എഴുതി എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അച്ഛൻ ഇനി ഒരു കാര്യം ചെയ്യണം, അത് എഴുതുമൊന്നും വേണ്ട, അത് നമുക്ക് കൂട്ടുകുടുംബം പോലെ ഇങ്ങനെ കഴിഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ പറയാണ്. ജലജ പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശൻ ചോദിച്ചു, അല്ല നിനക്ക് ഇതല്ലായിരുന്നല്ലോ അഭിപ്രായം, നിൻ്റെ അഭിപ്രായം വേറെ ആയിരുന്നല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ ജലജ, നിൻ്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് ഞാൻ അത് വീതം വെക്കാതെ തീരുമാനിച്ചത്. അതും നീയും നിൻ്റെ മക്കളും അത്രയ്ക്ക് ശരിയൊന്നുമല്ല, അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ അച്ഛൻ എന്ത് സംസാരം ഈ സംസാരിക്കുന്നത്? എപ്പോഴും എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? എടി കയ്യിലിരിപ്പ് നന്നാകണം, ഇല്ലെങ്കിൽ നിന്നെ കുറ്റപ്പെടുത്തും. നിൻ്റെ മകൻ്റെ കയ്യിലിരിപ്പ് മഹാമോശം, അവനെ നീ ആദ്യം നന്നാക്കി എടുക്കാൻ നോക്ക്. അവനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഒരു ബോധവും ഇല്ലാതെ നടക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ദേവയാനി വന്നു. ദേവയാനി വന്നതും മുത്തശ്ശൻ പറഞ്ഞു, അതെ ദേവയാനി, നിന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു. എനിക്ക് എന്തൊക്കെയോ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. അവന് വിവാഹത്തിന് സമ്മതിക്കാൻ ഒരു മടി, അവന് വിവാഹം വേണ്ടെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ജലജ പറഞ്ഞു, എങ്കിൽ പിന്നെ എന്തിനാ വിവാഹം നടത്തുന്നത്? വേണ്ടല്ലോ, അവന് ഇഷ്ടമല്ലെങ്കിൽ ഈ വിവാഹം നടത്തണ്ടെന്ന് പറഞ്ഞപ്പോൾ ദേവയാനി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, അവന് ഇഷ്ടമല്ലെന്ന് നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, അവൻ്റെ വിവാഹം അത് ഞാൻ നടത്തും. ഞാൻ പറഞ്ഞ അവനെല്ലാം കേട്ടോളും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജലജ, ഇപ്പം എല്ലാം പറയുന്നത് കേൾക്കും, ഭാര്യ വന്നു കഴിയുമ്പോൾ സ്വഭാവം അങ്ങ് മാറുവേ, ഒരു പുതിയ പെണ്ണ് ഇവിടെ കയറി വന്നു കഴിയുമ്പോൾ അനിയുടെയും സ്വഭാവം മാറും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അനിയുടെ സ്വഭാവം മാറുമായിരിക്കും, അതെനിക്കറിയില്ല, പക്ഷേ എൻ്റെ മകൻ്റെ സ്വഭാവം മാറില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മകൻ്റെ സ്വഭാവം മാറിയിട്ടുമില്ല. ഏകദേശം ആദർശനെ കണ്ടിട്ടാണ് എല്ലാം പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വഭാവം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജലജ, നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യുക ദേവയാനി, നീ അവനോട് പോയൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മുടെ അനി ഇങ്ങനെ ഇരിക്കുകയാണ്. അനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി അങ്ങോട്ടേക്ക് ചെന്ന് സംസാരിക്കാൻ അങ്ങ് തുടങ്ങി കേട്ടോ. അങ്ങനെ അനിയോട് പറഞ്ഞു, മോനെ നിനക്ക് എന്താ പറ്റിയത്? ഈ വിവാഹം വേണ്ടാന്ന് ഒരിക്കലും വെക്കരുത്, മുത്തശ്ശൻ്റെ ആഗ്രഹം, മുത്തശ്ശൻ വാക്ക് കൊടുത്തതാ, നമുക്കിപ്പോൾ മുത്തശ്ശൻ്റെ ജീവനല്ലേ വലുത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അനിയോട്. അപ്പോൾ അനി പറഞ്ഞു, ഒരിക്കലും ഞാൻ കല്യാണം വേണ്ടെന്നല്ല പറഞ്ഞത്, ഇപ്പം വേണ്ടെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മുത്തച്ഛൻ്റെ സന്തോഷം, ആ സന്തോഷമല്ലേ നമുക്ക് വലുത്. പിന്നെ നിനക്ക് എന്നെ ചെറിയ പേടിയുണ്ടെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കുന്നു എനിക്കറിയാം. നിനക്ക് പേടിയും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അങ്ങ് പോട്ടെ. പിന്നെ 3-4 ബ്രാഞ്ച് നിൻ്റെ പേരിലേക്ക് മാറ്റണമെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ അവിടുത്തെ മാനേജറെ ആയിട്ട് നിന്നെ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് ഇവിടെ ആകെ എല്ലാവരും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിനക്കൊരു കൂട്ട് വേണ്ടേ? അതിന് അനാമിക തന്നെയാണ് നല്ലത്, അവൾ നല്ല പെൺകുട്ടിയാണ്, അത് നല്ല കുടുംബത്തിലെ പെൺകുട്ടിയാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോയി, അങ്ങ് സമാധാനം കിട്ടുന്നില്ല കേട്ടോ നമ്മുടെ അനി അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെയാണ്. അപ്പം നന്ദുവിന് എത്ര ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നന്ദു ആണെങ്കിൽ വിഷമിക്കേണ്ട, വേണ്ട, അനീനെ മറന്നേക്കാന്നൊക്കെ ഓർത്താലും വീണ്ടും മനസ്സിൽ അനി കയറി വരുന്ന ആ ഒരു ഇതാണ് കാണിക്കുന്നത്. അങ്ങനെ അനീനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ കാണിക്കുമ്പോഴേക്കും പെട്ടെന്ന് അനി ഫോൺ കോൾ ചെയ്യുക. അപ്പം പെട്ടെന്ന് നമ്മുടെ നന്ദു, ഓഹോ ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ടല്ലോ, അപ്പോൾ എനിക്കും എന്നോട് സ്നേഹം ഉണ്ട്, അതുറപ്പാണ്, എനിക്കും എന്നോടൊരു ഇഷ്ടം തന്നെ കാണുമെന്നൊക്കെ ഇങ്ങനെ നന്ദു വിചാരിച്ചിട്ട് ഫോൺ എടുത്തിട്ട് ഹലോ എന്താ അനിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ എനിക്ക് നന്ദു നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞു. പതുക്കെ നന്ദു അങ്ങ് ഒഴിഞ്ഞു മാറുക. എന്നിട്ട് ചോദിച്ചാൽ എന്താണെങ്കിലും പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അനി പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്നാണ് അനിയുടെ ഫോണിലേക്ക് നമ്മുടെ അനാമിക വിളിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ ഫോൺ എൻഗേജ്ഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അനാമിക വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ അനി പറഞ്ഞു, നന്ദു ഞാനിപ്പോൾ വിളിക്കാം, എനിക്കൊരു കോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ആരാ, അനാമികയാണോ എന്ന് ചോദിച്ചു. അതെ അനാമിക തന്നെയാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫോൺ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്തു. ഏതായാലും അനാമികയുടെ ഫോൺ എടുത്തു. അനാമിക പറഞ്ഞു, ആരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കുറേ നേരമായാലും, ഇത് നന്ദുവിനെയാണോ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിനിപ്പോൾ എന്താ നന്ദുവിനെ വിളിക്കുന്നതിന് കുഴപ്പമെന്ന് ഇങ്ങനെ അനി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് കുഴപ്പമുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ, കൂട്ടൊക്കെ ആകാം, അമിതമാകരുത്, അതും നിങ്ങൾ സംസാരിക്കുന്നുണ്ട് കാണുന്നുണ്ട്, പിന്നെ ഫോണിലും കൂടെ എന്നാത്തിന് ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ അനി പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ എന്നെ സംശയിക്കുന്നത്, ഇങ്ങനെ സംശയിക്കാൻ പാടില്ല, സംശയിച്ച് ഈ വിവാഹബന്ധത്തിലേക്ക്
ലൈഫിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരുകയുള്ളൂ. പിന്നെ നീ പറയുന്നത് പോലെ എനിക്ക് എല്ലാവരെയും അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് ഞാൻ നന്ദുവിനെ അങ്ങനെ ഒഴിവാക്കുകയൊന്നുമില്ലെന്ന് പറഞ്ഞു. അതിനിടയിൽ നമ്മുടെ അനാമിക പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ ഈ കാര്യം എൻ്റെ അച്ഛനോടും മുത്തച്ഛനോടൊക്കെ പറയാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്ന് അനാമിക നീ ഒന്ന് നിർത്തുന്നുണ്ടോ, നീ ഫോൺ വെച്ചിട്ടൊന്ന് പോ, എനിക്ക് കുറച്ച് സമാധാനം താന്ന് പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്യാണ്. ഏതായാലും അനാമിക ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു ഇതൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട്. അടിപൊളി വിശേഷവുമായി എത്രയും വേഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാത്തിൻ്റെയും വലിയ പ്രമേയമാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ വലിയ പ്രമേയമായിട്ട് വൈകിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണേ. 1 വീക്ക് പ്രമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, വലിയ പ്രമോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ടാറ്റാ, ബൈ ബൈ.